ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് ഞാൻ തറവാട്ടിലെ അമ്പലത്തിൽ നാമം ചെല്ലാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മുടെ ലളിതാ സഹസ്രനാമം ചെല്ലാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഞാൻ ഒരു 5-6 വർഷമായിട്ട് ചെല്ലാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീക്കാൻ തന്നെ കുറച്ച് വൈകി, ഒരു 6 മണിയൊക്കെ ആയിരുന്നു കേട്ടോ എണീറ്റപ്പോഴേക്കിനെ. പിന്നെ ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ ഭക്തിഗാനമാണ് വെച്ചിട്ടുണ്ട്. നല്ല അലക്സയിൽ നല്ല ശബ്ദത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങുന്നവർക്കൊക്കെ എണീക്കുകയും ചെയ്യാം. പിന്നെ നമുക്കൊരു റിലാക്സേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറി. ഇന്ന് നമ്മൾ കടലക്കറിയും അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും കറി ഉണ്ടാക്കുമ്പോൾ കുക്കറിൽ തന്നെ ഉള്ളിയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതിൽ ആവശ്യമായ പൊടികളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് കടലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കൽ. പിന്നെ തേങ്ങയും കൂടി അരച്ച് പാരുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചുക്കുവെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. ഇനി അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോ. ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് അപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് അരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോറ് വേഗം വേവില്ലെന്ന് വിചാരിച്ചിട്ട് കുറേ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതൊക്കെ വാഷ് ബേസിൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട്. ഒക്കെ ഒപ്പം കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ചായയും കറിയും അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിങ്ങ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഉച്ചയ്ക്കുള്ള കറിയുടെ പരിപാടി നോക്കുന്നത്. അപ്പോൾ പിന്നെ പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ അപ്പം ആയി കഴിഞ്ഞാൽ വേഗം തുണികൾ വെയിലത്തിടാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുറേ തുണികൾ ഉണങ്ങാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് നല്ല വെയിലുണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ ഏകദേശം റെഡിയായപ്പോൾ ഞാൻ വേഗം പോയിട്ട് തുണികൾ വെയിലത്തിട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സ്വിച്ചിട്ട പോലെ മഴയും കൂടിയും പെയ്തു. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ വേഗം കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും കൂടി എപ്പോഴും അങ്ങനെ സാമ്പാർ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് വറുത്തരച്ചൊരു സാമ്പാർ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കഷ്ണങ്ങൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വറുക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ, മല്ലിപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ വന്നപ്പോൾ അത് അരച്ചിട്ട് അത് അരച്ച് വെച്ചതും കൂടി പാർന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കുട്ടികൾ സാമ്പാറാവാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഏട്ടൻ കുറച്ച് പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ റെഡിയാകാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് വറുത്തിടും കൂടിയും ചെയ്തു. കടുകും പിന്നെ ഉലുവയും വറ്റൽ മുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ സാമ്പാറൊന്ന് വറുത്തിടും കൂടിയും ചെയ്തു കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡിയായപ്പോൾ കുട്ടികൾ ഓരോരുത്തർ പൊറാട്ട വന്ന് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പേരിയും കൂടി വേഗം ഉണ്ടാക്കിയാൽ പണി ഒരുങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കാബേജൊക്കെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും പിന്നെ കുറച്ച് ഉഴുന്നും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ളതും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക കേട്ടോ. ഇളക്കിയിട്ട് അടച്ച് വെച്ച് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കുട്ടികൾക്ക് ഇവിടെ തേങ്ങ ഇട്ടത് ഇഷ്ടമല്ല. അപ്പം ഞാൻ പിന്നെ തേങ്ങ ഇടാൻ നിന്നതുമില്ല. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ എന്താ വില അല്ലേ. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചയാകുമ്പോഴേക്കുള്ള ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ നമ്മുടെ ഉപ്പേരി അപ്പോഴേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ അടുക്കള ഒന്ന് അടിച്ചോരി വൃത്തിയാക്കുകയും കൂടിയും ചെയ്തു. അപ്പോൾ കുട്ടികൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ താഴെയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഉറുമ്പിൻ്റെ ശല്യം നല്ല പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് നല്ലപോലെ കുടഞ്ഞെടുത്തിട്ട് ഫുള്ളൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കി പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ കുറച്ച് നേരം ഇഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പോകുന്നത് സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മഴ ആയതുകൊണ്ട് TV ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ പോയിരുന്നു കേട്ടോ. മഴ നല്ലോണം പെയ്യൊന്നുമില്ല, പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ ചാറിയും കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ചാറുകയാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.